ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടപോലെ നമ്മളിന്ന് കണ്ണൂരേക്കാണ് പോകുന്നത്. അതായത് അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ്. അവരവിടെയാണ് കണ്ണൂർ പെരുമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ഓണത്തിന് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഓണം ഇല്ലായിരുന്നു. അച്ഛൻ മരിച്ചതിൻ്റെതിലായിട്ട് ഓണമൊന്നുമില്ല. ഒരു 1 ഇയർ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല എന്നായിരുന്നു തീരുമാനിച്ചത്. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു പോവാം, മോശമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ പുതിയങ്ങാടി ബസ് സ്റ്റോപ്പിൽ നിന്ന് രാവിലെ ഏട്ടൻ കൊണ്ടാക്കി തന്നു. പുതിയങ്ങാടി ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ നേരെ അവിടുന്ന് ബസ് കയറിയിട്ടാണ് പോയത്. ഞാൻ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് മാറി കയറണം കുറേ. അപ്പോൾ നമ്മൾ തലശ്ശേരി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തലശ്ശേരിയിൽ നമ്മൾ നേരിട്ട് ഇരിക്കൂർ ബസ്സാണ് കയറുന്നത്. ഓണത്തിൻ്റെ അന്നായതുകൊണ്ട് തന്നെ ബസ്സൊക്കെ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ തലശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് ഇരിക്കൂർ ബസ് നോക്കിയപ്പോൾ ഇരിക്കൂർ ബസ്സില്ല. ഏതോ ടൈമിന് നമ്മൾ എത്തിയ ടൈമിനില്ല. പിന്നെ നമ്മൾ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ മട്ടന്നൂർ ബസ് കയറി. പിന്നെ വിശന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വടയും പിന്നെ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ മട്ടന്നൂരിൽ നിന്ന് ഇരിക്കൂർ ബസ്. നമുക്ക് അധികം എവിടെയും എന്താ പറയുക ബസ് സ്റ്റാൻഡിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പെട്ടെന്ന് തൊട്ട് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധിക നേരം എന്താ പറയുക അത്ര ലേറ്റ് ആയിട്ടുമില്ല. നമ്മൾ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 10 മണി ആ ഒരു ടൈമിൽ 10:15 ആ ഒരു ടൈമിൽ നിന്നാണ് നമ്മൾ ബസ് കയറിയത്. പക്ഷേ പെട്ടെന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 1:45 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇരിക്കൂർ സ്റ്റാൻഡിൽ ഇറങ്ങി. ഇരിക്കൂർ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോന് പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ പെരുമണ്ണേക്ക്. എന്നിട്ട് നമ്മൾ 4 ആളും കൂടി ഒരു ഓട്ടോ കയറി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്ന കാര്യം അവർക്ക് ആർക്കും അറിയില്ല. നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. അതായത് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു വരുമോ, അത്രയും നിർബന്ധിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം വരെ വിളിച്ചിട്ട് വരിക വാ നമുക്ക് ഇവിടെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വരാൻ പറ്റില്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ തന്നെയായിരുന്നു. പിന്നെ പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. അച്ഛൻ രാവിലെ വന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്നുള്ളൊരു പോക്കായിരുന്നു. ഇതാണ് കേട്ടോ വീട്. അതിനിടയ്ക്ക് ബസ്സിൽ നിന്ന് അമ്മമ്മയും അമ്മച്ചനും ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരവിടെയായിരുന്നു, കണ്ണൂരായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്തതുമില്ല. പിന്നെ എനിക്ക് തോന്നി അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഡൗട്ട് തോന്നുന്നു വിചാരിച്ചിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വരുന്നില്ലേ എന്നൊക്കെ. ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ പോകുമ്പോൾ വീടിൻ്റെ പുറത്ത് ആരും ഇല്ലാത്തത് തന്നെ ഒരു മഹാഭാഗ്യം. അതുകൊണ്ട് കറക്റ്റ് സർപ്രൈസ് ഏറ്റിട്ടുണ്ട്. ചെന്ന് എന്തായാലും നിങ്ങൾ കാണും. ഹാപ്പി ഓണം. പറഞ്ഞ വാക്കിനുണ്ട് മച്ചാ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു സന്തോഷായി. ഇത് ഐഷു കേട്ടോ. എൻ്റെ അനിയത്തിയാണ്, വലിയമ്മേൻ്റെ മോളാണ്. അതായത് മൂത്തത് 2 ഏട്ടന്മാരാണ്, ട്വിൻസാണ് അവർ. അവർ നാട്ടിലില്ല. ഒരാൾ ഗൾഫിലും പിന്നെ ഒരാൾ ട്രിവാൻഡ്രത്തുമാണ്. അങ്ങനെ നമ്മൾ ചെന്ന് അവിടുന്ന് ഒരുത്തൻ ചവിട്ടിയാന്ന് വിചാരിച്ചിട്ട് പോല് ചെന്ന് കാലുടച്ചു കേട്ടോ. ഫുള്ള് പോയി. എന്നിട്ട് അത് തിരിച്ച് അതേപോലെ സെറ്റാക്കി വെക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇത് അവർ എന്താ പറയുക അകത്ത് ഇട്ടതായിരുന്നു കേട്ടോ ഈ പൂക്കളെന്ന് പറയുന്നത്. പുറത്ത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്നുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്കും അവർ എന്താ പറയുക ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുന്നത് അറിയില്ലല്ലോ. ഇല്ലെങ്കിൽ അവർ വെയിറ്റ് ചെയ്താൽ നമ്മൾ വരുമ്പോഴത്തേക്കും അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പറയും ബീഫ് ബിരിയാണി, ഫിഷ്, നെയ്മീൻ ബിരിയാണി. പീസ് മാത്രമേ ഉള്ളൂ, റൈസ് ഇല്ല. ഇതാണ് വല്യമ്മ, അതായത് അമ്മേൻ്റെ ചേച്ചി. ആള് ഒരു ബ്യൂട്ടീഷ്യനും കൂടെയാണ് കേട്ടോ. പിന്നെ എന്നുണ്ടെങ്കിൽ നെയ്മീൻ ബിരിയാണി ആയിരുന്നു. അതായത് ഫിഷ് ബിരിയാണി അമ്മമ്മേൻ്റെ സ്പെഷ്യലാട്ടോ. അമ്മമ്മേൻ്റെ ഫുഡിനൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഗൈസ്, ഒടുക്കത്തെ ടേസ്റ്റാണ്. ഞങ്ങൾ വിചാരിച്ച് ഫുഡൊക്കെ ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ചെല്ലുമ്പോഴത്തേ അവർ കഴിക്കുക. ഞാൻ എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ഉണ്ടാവുമോ, നമുക്ക് വെച്ചിട്ട് ഉണ്ടാവുമോ എന്താ അറിയില്ലല്ലോ, അഥവാ വീട്ടിലുണ്ടാവുമോ. ഫുള്ള് കൺഫ്യൂഷനിലാണ്. എന്നാലും രണ്ടും കൽപ്പിച്ച് അങ്ങ് പോയതായിരുന്നു നമ്മൾ. ചെന്നപ്പോൾ എല്ലാം ഓക്കെ ആയിരുന്നു. ഒന്ന് ഫുഡും എന്താ പറയുക അതേപോലെ തന്നെ അവർ വീട്ടിലും ഉണ്ടായിരുന്നു, എവിടെയും പോയിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്നിങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ വരുന്ന അമ്മമ്മ എന്നിട്ട് എന്താ പറയുക പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പായസത്തി ഗൈസ്. എന്താ പേര്? സേമിയ. ആരുകൊണ്ടുവരും? പിന്നെന്നുണ്ടെങ്കിൽ എനിക്ക് സ്പെഷ്യൽ ആട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ അങ്ങനെ ഉണ്ടാക്കിയതൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ സേമിയയും അങ്ങനത്തെ ഒന്നും കുടിക്കില്ല. ഞാൻ ആകെ കഴിക്കുന്നത്
പാലട അല്ലെങ്കിൽ മറ്റേ അരിപ്പായസം ഇല്ലേ, പാൽപ്പായസം, ആ 2 പായസം കേട്ടോ ഞാൻ മെയിനായിട്ട് കഴിക്കുക. വേറെ പായസമൊന്നും ഞാൻ കുടിക്കില്ല. ചൂടുണ്ടേ മൈ സ്പെഷ്യൽ, എൻ്റെ സ്പെഷ്യൽ പായസം അട, മൈ സ്പെഷ്യൽ. അങ്ങനെ പായസമൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ നേരെ കാറിൽ കയറി ഇരിക്കൂറേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വല്യമ്മയും അമ്മയും ഞാനും അച്ഛനും വല്യച്ഛനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കൂർ ഇവരുടെ ബ്യൂട്ടി പാർലർ ഉണ്ട്. അപ്പം അവിടേക്ക് എന്താ പറയുക, നമുക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട്. അതായത് നാളെ വല്യമ്മയ്ക്ക് ഒരു ബ്രൈഡൽ വർക്ക് ഉണ്ട്. അപ്പോൾ അതിന് എന്താ പറയുക മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് പാർലറിലാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്നുണ്ടെങ്കിൽ ഐഷു ഉണ്ണി നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ അവരെ വിളിച്ചില്ല. നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. അധികം പണിയൊന്നുമില്ല, പോയി അതൊന്ന് എടുത്തിട്ട് വരണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മീൻ വാങ്ങാൻ വന്നിട്ടാണുള്ളത്. ചെമ്മീനാണോ? അതിലെ കുട്ടിയാ കണ്ടേ? കുറച്ച് അതിലെ കുട്ടിയാണോ? വൈകുന്നേരത്തെ മീൻ വാങ്ങാണ്ടിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ വാങ്ങിയത് അവിടെയുള്ള ഒരു പൂച്ചേനെ ഞാൻ വശത്താക്കാൻ നോക്കിയിട്ടായിരുന്നു. ഒരു പൂച്ചേൻ്റെ കടി കൊണ്ട് അതിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാണ് എടുത്തത്. നമ്മൾ വല്യമ്മേൻ്റെ വല്യമ്മേൻ്റെ ബ്യൂട്ടി പാർലർ ഉണ്ട്, അവിടേക്ക് പോവാണ്. നമ്മൾ അവിടെ എത്തി. ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നാളെ വല്യമ്മയ്ക്ക് മേക്കപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ എടുക്കാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ വല്യമ്മ ചെയ്തിട്ടുള്ള ബ്രൈഡൽ വർക്കാണ് കേട്ടോ. ഇത് ചെറിയ മക്കൾ മുടി വെട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അവരുടെ ആ ഒരു മൈൻഡ് ഇതാക്കാൻ വേണ്ടിയിട്ട് കാർട്ടൂണിൻ്റെ പിക്ചേഴ്സും പിന്നെ അതേപോലെ തന്നെ ആനിമൽസിൻ്റെ പിക്ചേഴ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ഇത് ഹൈഡ്രാ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ. ഇത് വല്യമ്മ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളാണ് അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ കാണുന്ന ബ്രൈഡൽ വർക്കൊക്കെ വല്യമ്മ ചെയ്തിട്ടുള്ളതാണ്. ചെന്നപ്പോൾ തൊട്ട് എൻ്റെ കൈ ഇതാ ഈ ഒരു മുതലിൻ്റെ വിലയായിരുന്നു. അതായത് പുതിയ പുതിയ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പരീക്ഷ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവച്ചതായിരുന്നു. കിഡ്സിൻ്റെ സെക്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കുറേ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേൽ പരീക്ഷിച്ച് നോക്കി. എന്നിട്ട് നമ്മൾ നാളത്തേക്കുള്ള മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ എന്നുണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇരിക്കൂർ ബസ് സ്റ്റാൻഡ്, അതായത് ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഐശ്വര്യ ബ്യൂട്ടി പാർലർ എന്നാണ് കേട്ടോ നമ്മുടെ ബ്യൂട്ടി പാർലറിൻ്റെ പേര്. ഈ കാണുന്നതാണ് ബ്യൂട്ടി പാർലർ. പാർലർ മാത്രമല്ല, നമുക്ക് ലേഡീസ് ടൈലറിങ്ങും അതേപോലെ തന്നെ ലോണ്ടറി സർവീസും അവൈലബിൾ ആണ്. എന്തായാലും ഇൻസ്റ്റാഗ്രാം ലിങ്കും ഇതേപോലെ തന്നെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടെ, ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന വഴിയിൽ കാണുമ്പോൾ നേരെ സ്റ്റെപ്പ് ഉണ്ട് മുകളിലേക്ക്. അതുവഴി കയറി ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ബ്യൂട്ടി പാർലർ വരുന്നത്. അങ്ങനെ നമ്മൾ നാളത്തേക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ എടുത്തിട്ട് വല്യച്ഛൻ അതൊക്കെ വണ്ടീൻ്റെ അകത്ത് കയറ്റാണ് കേട്ടോ, മേക്കപ്പിൻ്റെ സാധനങ്ങളും എല്ലാം. ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മളെന്തിനാ വന്നേ? ബ്യൂട്ടി പാർലർ കാണാൻ. ബ്യൂട്ടി പാർലർ കാണാൻ നമ്മൾ മേക്കപ്പിന്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി. യെസ് ഗൈസ്, ഒരു ഹായ് കൊടുക്കും. അങ്ങനെ നമ്മൾ നേരെ എന്താ പറയുക, അവിടുന്ന് നേരെ മണ്ണൂർ പാലത്തിലേക്കാണ് പോയത്. വെറുതെ ജസ്റ്റ് ഒന്ന് വൈകുന്നേരമല്ല, ഇന്ന് കാറ്റൊക്കെ കൊള്ളെ, അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോട് പോയതാണ്. കുറച്ച് നേരം നിന്ന് നല്ല രസമല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടി കേട്ടോ അത്.
അച്ഛനും അമ്മയും വലിയച്ഛനും എല്ലാവരും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ഞാനിവിടെ നിന്ന് കുറച്ച് നേരം പുഴേൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെവിടെയുള്ള ഇരിക്കൂറ് മണ്ണൂർ പാലം. ഇരിക്കൂറ് മണ്ണൂർ പാലത്തിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഇരിക്കൂറ് മണ്ണൂർ പാലത്തിലാണ്. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കാറ്റോളം വന്നാണ്, പിന്നെ പുഴം കാണാനും വന്നതാണ്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോയത്. വീട്ടിലെത്തിയപ്പോഴത്തെ അമ്മമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നാക്സും അതും ഒക്കെ കഴിച്ച് നമ്മളങ്ങനെ രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു അമ്മമ്മ. അപ്പോൾ രാത്രിത്തേക്കുള്ള ഉപ്പേരിക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഹാളിലിരുന്ന് കഥയൊക്കെ പറഞ്ഞ് നമ്മൾ രാത്രിത്തേക്കുള്ള ഫുഡ് ഏകദേശം സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കറി വെക്കുകയും പിന്നെ പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തെ ഫിഷ് ബിരിയാണീൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ രാത്രി അത് തന്നെയാണ് കഴിച്ചത്. ഹലോ, നാളെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു മേക്കപ്പിന് പോകാനുണ്ട്. അപ്പോൾ വലിയമ്മ അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. വലിയമ്മ എല്ലാം സെറ്റാക്കി വെക്കുന്നതിൻ്റെ തിരക്കിലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, അവിടുന്ന് പെട്ടെന്ന് നമ്മൾ എല്ലാം എടുത്ത് ബാഗിലിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം പല പല സ്ഥലത്തായിട്ടാണ്. അത് ബ്രഷും എന്താ പറയുക ഫൗണ്ടേഷനും ഒക്കെ മിക്സായി കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേർതിരിച്ച് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നതിൻ്റെ തിരക്കിലാണ്. പിന്നെ എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ എന്താ പറയുക നേരത്തെ ഇറങ്ങണം. ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് നേരെ വേഗം എണീച്ച് ബ്രൈഡിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ലവ് യു ആൻഡ് ബൈ.